ദേഷ്യം വരുന്ന മയിര്. എനിക്കല്ലാതെ കയറി ഇങ്ങനെ കളിക്കണമെന്നൊന്നുമില്ല. എനിക്ക് ഞാൻ മുച്ചറി എടാ, ഞാൻ നിന്നെ അടുത്തതിനകത്ത് കേടാ മുച്ചറി കേട്ടാ. എടാ അമ്പത്തൂരിനെയും ഇവരെ എല്ലാം ഞാൻ കുറേ വട്ടം അടുപ്പിച്ച് മാറ്റുന്നതാ, മനസ്സിലായ? സെക്കനെ അമ്പത്തൂരിനെയൊക്കെ ഞാൻ കുറേ ആയിട്ട് മാറ്റുന്നത്. എനിക്ക് എല്ലാവരും കൺസിഡർ ചെയ്യണം. ഞാൻ മുച്ചിരി അങ്ങനെ അധികം മാറ്റിയിട്ടില്ല. നിന്നെ കണ്ടില്ല. ഇറ്റാച്ച് ചെയ്താ വണ്ടി ഡിലേ ആയിട്ട് കേൾക്കണ ഒരാള്. ഇറ്റാച്ചിയുടെ വണ്ടിയാ ഇറ്റാച്ചി. ഇറ്റാച്ചി കേക്കാവോ? ഹലോ 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 മെയിൻ പേര് കണ്ണപ്പിയോടെ മരിച്ചു കിടക്കാണല്ലോ, എങ്ങനെ പറഞ്ഞു? ആ അവിടെ കിടക്കട്ടെ, വേറെ ഒന്നും ചെയ്യാല്ല. 25 പേരായി ഓൾറെഡി. മരിച്ചു കിടക്കാൻ ഇത് കഴിയുമ്പോ AFK പോകുമ്പോ ആലോചിക്കണമായിരുന്നു. അല്ല അവൻ മരിച്ചു. അവനുണ്ടോ? എടാ 5 മിനിറ്റ് നമ്മളൊന്ന് വന്നേ, നമ്മള് വണ്ടി എടുത്ത് റെഡിയായി, എല്ലാരും വന്നേ. AFK അല്ലേ? 1:50 കേറണം. വാ. എന്ത് ഇറ്റാച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല? ഇറ്റാച്ച് ഹലോ, ഏത് വണ്ടി മാർക്ക് ചെയ്തേ? വാ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേ വരല്ലേ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേ വരരുത്. വാ, നമുക്ക് ആ ചട്ടത്തരം കാണിക്കണ്ട, നമുക്ക് പറഞ്ഞ പോലെ അടിക്കാം. വാ. ഇത് കഴിഞ്ഞ ബിരിയാണി മേടിച്ചു തരൂലേ? താഴെ പോയി എടുക്കാൻ പറ്റത്തില്ല, അവിടോട്ട് താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ പറ. ഈ ബുള്ളറ്റ് ഉണ്ടെ കുറച്ച് വന്നടാ. 970 ഉള്ളു ബുള്ളറ്റ്. അപ്പാപ്പ വന്നോ? അപ്പാപ്പ വന്നോ? അപ്പാപ്പ 300 രൂപ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പാപ്പ വന്നോ ചോദിച്ചേ. വണ്ടിക്കകത്ത് 300 രൂപ വെച്ചിട്ടുണ്ടോ? ആ എനിക്ക് പിങ് കാണിക്കുന്നുണ്ടാ അവൻ പറഞ്ഞ പോലെ. എടാ അത് എന്ത് ചെയ്യണം? റേഡിയോ ഇറങ്ങി കയറണോ? ഫുഡ് മാത്രമൊക്കെ നോക്കണടാ എല്ലാരും. എലി യൂസ് ആക്കാൻ പറ്റുമെന്നോ? എടാ മന്ദാരമാണ് എക്സ്ട്രാ റേഡിയോയിലുള്ളത്. മന്ദാരം പോകും. ആ എടുത്തിട്ട് റേഡിയോയിൽ 25 മൂത്രം വെച്ചിട്ട് വരാവേ, പെട്ടെന്ന് വരാവേ. മതി. അവിടെ POV റെക്കോർഡ് ചെയ്യണേ, മറക്കല്ലേ. ഇവിടെ 4 വണ്ടി എത്തിയേ, 5 വണ്ടി എത്തി. നീലൊന്ന് പിങ്ങിട്ടെ. എല്ലാരും POV റെക്കോർഡ് ചെയ്യണേ, മറക്കല്ലേ. മറക്കല്ലേ അളിയാ, മറക്കല്ലേ. നിങ്ങൾ വരുന്നില്ലേ? മൂവ് ചെയ്ത് തുടങ്ങിക്കോടാ. 6 വണ്ടി പിടിച്ചേ. 8 വണ്ടി ഇറാ. നിങ്ങൾ അവിടെ പോലെ 8 വണ്ടി ഇടും. ബാക്കി 8 വണ്ടി ബാക്കി 2 വരുന്നുണ്ടാ? നേരത്തെ കളിച്ചല്ലേ കളിക്കാം കേട്ടാ. ഒരെണ്ണം വരുന്നുണ്ടോ? പിങ് ഞാൻ വരുമോ? എടാ എന്തിനുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ, ഞാൻ കാണുവേ പുറത്താണ്. നിങ്ങൾ അകത്താന്നോടാ? അത് എൻട്രൻസ് പ്രീവാർ വിളിച്ചു കഴിഞ്ഞാൽ തീരുന്ന വരെ വെക്കാവുള്ളൂ. 2 മണിക്ക് മുമ്പേ വിളിച്ചു കഴിഞ്ഞാൽ അത് തീരുന്ന വരെ കളിക്കാൻ പറ്റും. എന്നാ റേഡി 24 പേരെ ഉള്ളല്ലോ അണ്ണാ. ഹലോ
ഇരുപത്തഞ്ചാമത്തെ കോപ്പുവാ. കോപ്പ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കളിക്കില്ല 24 പേരുണ്ടോ? ആരെങ്കിലും അടിച്ചോ? എക്സ്ട്രോ ഇല്ലേ? എക്സ്ട്രോ വരുന്ന നമ്മുടെ സാധാരണ കളിക്കാറുള്ള ഈ മലയിലാണ് നിൽക്കട്ടെ. ഞാൻ പറഞ്ഞോ നിന്റെ വണ്ടിയിൽ എത്ര പേര്? ഹലോ 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 അണ്ണാലോ അല്ല ബ്രോ ഒന്ന് നിർത്താം, കൊറേ വെട്ടായി. പറ പറ. അതെ 2 മണി വരെ പറ്റത്തുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ? ആ ഞങ്ങളൊക്കെ അവർ പറഞ്ഞ ടൈമിൽ ഞങ്ങളിവിടെ എത്തി. 150 ആണ് ഞങ്ങളോട് പറഞ്ഞത്. രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഞങ്ങളിവിടെ എത്തി. ആ ലൊക്കേഷൻ ചോദിക്കും റേഡിയോ 25 അണ്ണാ 24 പേരേ ഉള്ളൂ. എടാ ഗോകു അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് വാടാ, ഇവിടോട്ട് വാടാ. MRP ഓസ്തിയാ ഏബലെ. അവന്മാര് വന്നില്ല, അവന്മാർക്ക് നഷ്ടമാണോ, നമുക്കല്ലല്ലോ. പുറത്തുപോയി ടയർ പൊട്ടിച്ചിട്ടേ അവിടെ തന്നെ ഇറങ്ങി നിന്ന് അടിക്കരുത്, തിരിച്ച് വണ്ടി ഞാൻ കേട്ടില്ല. ആരടാ സമയം എടുത്ത് കൊണ്ടുപോയി വരട്ടെ. ആർക്കാ? നമുക്കാണോ അത്യാവശ്യം? എടാ അവന്മാർ ഇവിടെ ഒക്കെ കുത്തുവാണ്. നേരത്തെ ഈ വേസ്റ്റ് വിട്ടെന്ന് പറഞ്ഞത് ഇതിന്റെ വണ്ടൊക്കെ എടാ അമ്പത്തൂര് AFK ആണോ? ഹലോ അമ്പത്തൂര്. നമ്മളവിടെ കുത്തണം ആദ്യം. അതെ സേഫ് സോൺ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഫയറിംഗ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഈ പ്രീവാർ അപ്പൊ നമ്മളെ കൗണ്ട് നോക്കിയാണോ? അപ്പൊ എന്ത് നോക്കിയായിരിക്കും ഇത് ആരെ ജയിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്? ഹലോ, അപ്പൊ ഈ പ്രീവാർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ റിസൾട്ട് വരുന്നത്? ഒന്ന് ചോദിച്ചോളൂ. 10 മിനിറ്റിൽ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? അതായത് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരുത്തം പോലും വെടിവെക്കരുത്, ഒരുത്തം പോലും. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാവരുത്. സെർവർ സൈഡ് എന്റെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അത് അവർക്ക് ഭയങ്കര വിഷമം. അല്ലടാ അടാ നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാർക്കല്ലേ അതെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള ടീം ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലൊക്കെ. ആൾക്കാർ ഡൗൺ ആയവര് ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള ടീമായിരിക്കും തോറ്റതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ സേഫ് സോൺ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആവും കേട്ടോ. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇൻ കേസ് ഈക്വൽ ആണെങ്കിൽ എന്താ സർവർ സൈഡ് എന്താക്കും? എന്താ അത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഓക്കെ ഓക്കെ. ആ അങ്ങനല്ല, നമുക്കേ അത് കഴിഞ്ഞ പ്രീവാറിനും ഇതിന്റെയൊക്കെ ഉള്ള കോണ ഉണ്ടല്ലോ, അതിന്റെ കൺസിഡറേഷൻ ഒന്നും ഇവന് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? നിർത്തിയോടാ. ഏറ്റവും വലിയ ഇതെന്താ അറിയാം, കോമഡി എല്ലാവരുടെയും മുമ്പിൽ മാന്യം കളിച്ചിട്ട് അങ്ങ് നമ്മള് റെസ്പെക്ട് കാരണം ഒന്നും പറഞ്ഞില്ലെന്ന്. ടാങ്കിന്റെ അവിടെ പൊട്ടിത്തെറിച്ച് ചത്ത അതിന്റെ ഫ്രണ്ടിലോട്ടുള്ള എല്ലാരും കേട്ട് ആരൊക്കെ കൊണച്ചെന്ന്. ഞാൻ എന്റെ ഫ്രണ്ട് കിടന്നാണ് ഇവന്മാര് കൊണച്ചത്, എനിക്കറിയാല്ലേ. ഓ അവിടെയോ അവന്റെ ബഹളം കണക്കാണ്. എന്തോ മറ്റേ ലോട്ടറി അടിച്ച പോലെ. അമ്മാര് വേട്ടാ, നമ്മൾ ഒരു ഡിലേ നമ്മുടെ സൈഡിൽ നിന്ന് വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ സമയത്ത് ഇവിടെ എത്തി. 3 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ലൊക്കേഷൻ ചോദിച്ചു ഓൺ ദ വേ എന്ന് പറഞ്ഞു. അവരാണ് ലൊക്കേഷൻ തരാത്തത്, നമുക്കല്ലല്ലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആര് വെടിവെച്ചാലും ഇതാണ് എന്താ പറയാ, സസ്പെൻഷൻ ആണ്, ഗ്യാങ് സസ്പെൻഷൻ. നമ്മൾ 1:47 വന്നാ, നമ്മൾ 1:47 വന്നു ഇവിടെ. വീഡിയോ നോക്കിക്കോണടാ, വീഡിയോ നോക്കിക്കോണേ. അപ്പാപ്പൻ 6 മിനിറ്റ് കൂടെ ഉള്ളു വാസന.
ആ 6 മിനിറ്റ് വരട്ടെ അമ്മ വരട്ടെ 6 മിനിറ്റ് വരുമ്പോഴേ ഇറങ്ങി അങ്ങ് പൊട്ടിക്കാം. കാരണം എടാ അവർക്ക് പാനിക് ആയിട്ട് കളിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് സമയം അവരാണ് നമ്മളെക്കാൾ അവർക്ക് ടൈമർ നോക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. മനസ്സിലായ അവര് പാനിക് ആയിട്ട് ഞാൻ എല്ലാവർക്കും പറയണ കോള് കേട്ടോ. 6 മിനിറ്റ് സമയമുള്ളൂ. ഇൻ കേസ് അവർ വരുവാണെങ്കിലും കുത്തി അടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരാണ് പാനിക് ആയിട്ട് വരുന്നത്. ആ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാം. അപ്പുറത്തെ ബ്രിഡ്ജിൽ വരുന്നുണ്ടേ. പോയാലോ എടാ നിങ്ങൾ നോർമൽ ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ നോർമലി കളിക്കുന്നത് പോലെ നിങ്ങളുടെ അഗ്രഷൻ കീപ്പ് ചെയ്ത് കളിക്കുക. അങ്ങനെ തന്നെ കളിച്ചോ. ടൈം ഒന്നും നോക്കണ്ട നിങ്ങൾ ആരും. നമുക്ക് അങ്ങോട്ട് മേടിക്കാം. ടി വി ലൊക്കേഷൻ പറ എനിക്ക് ഒരു മിനിറ്റ് അല്ലല്ല ചുമ്മാ ഞാൻ അടിച്ചതായി. മല ക്യാമ്പിയട്ടെ അവിടെ കളിച്ച് പഠിപ്പിച്ചോളാം. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രൊഫഷന് നീ അവിടെ തോറ്റു മതിയല്ലോ ഇവർക്ക്. അവര് നേരെ കയറി ടർഫിലെ പൊസിഷൻ പിടിച്ചേ. അടുത്തോട്ട ബോഗിൽ ഇവിടെ ഒരു പ്ലേസ് ഉണ്ടോ ബ്രോ? ഞങ്ങൾക്കല്ല അഗ്രസീവ്. ഇവന്മാരെ എങ്ങോട്ടാണ് ഓടണേ? വണ്ടിയുടെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? നമ്മളെ വെയിറ്റ് അടിക്കാനാ. മനസ്സിലായോ? അവന്റെ ബുദ്ധി അങ്ങനെ പോകത്തുള്ളൂ. കണ്ട് ചെയ്തുവാ. കാരണം അവരുടെ വണ്ടി സ്പീഡ് ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ അടുത്ത പ്ലാൻ എടാ ഇവന്മാർ തൊട്ട് പറയും നമ്മളെ കണ്ടിട്ട് എന്താണ് അഗ്രസീവായിട്ട് പുഷ് ചെയ്യാത്ത? വാ ഓടി വാ. മലയിലിറങ്ങി നിൽപ്പുണ്ടോ കേട്ടോ അവിടെ? അയ്യോ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആവശ്യമാണല്ലോ നീ നിൽക്കുന്ന മലയിലോട്ട് നടന്നു വരേണ്ടത്. കളിച്ചില്ല ഫാൻസിന് വിഷമാവൂലടാ. ചുമ്മാ ഗൺ സേവ് ചെയ്യാൻ കാണിക്കുന്ന പരിപാടി ഏതൊക്കെ? അച്ചോടാ എന്തൊരു ഗതികേടം നോക്കടാ നിന്റെയൊക്കെ. ഒരു മിനിറ്റ് കൂടെ നമുക്ക് അടിക്കേണ്ടവന്മാരെ. മനസ്സിലായി? ഇങ്ങനെ ക്യാമ്പ് അല്ലല്ല നമ്മുടെ ആൾക്കാർ അടിക്കാതിരിക്കാനാണ് അവർക്ക് ടൈം ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലായോ? വേണം നമുക്ക് ഇവിടെ കുത്താം. വാ ഇവിടെ കുത്താം. ഇവിടെ ചുമ്മാ ഇവിടെ കുത്തി വെക്കാം. അവര് വരുന്നേ വരട്ടെ. വൈഫോട്ട് വരുന്നേ വരട്ടെ. ഇവിടെ കുത്തി വെക്കാം. വാ മാർക്ക്. കഴിഞ്ഞ വട്ടം നമ്മൾ കുത്തിച്ചടിച്ച മല. ഇല്ല ഇവിടെ ഒന്നും നടക്കത്തില്ലടാ. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഷോട്ട് അടിക്കുമ്പോഴേ ചിലപ്പോ ഇത് കറക്റ്റ് വീഴും. അപ്പം അങ്ങനെ ഇനി അത് പറയും. നമ്മുടെ ഒരു വണ്ടി 2 വണ്ടി പിടിക്കാണ്ട് ഇവിടെ ഞാൻ
മിനിറ്റ് കൂടെ ഈ മല വാ, ഈ മല മാടാ. അടിച്ചു വിട്ടോ വരുന്നവരെ നിങ്ങൾ അടിച്ചു അനൗൺസ്മെന്റ് വന്നിട്ട് ഞാൻ കാര്യം പറയട്ടെ. അവന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതൊരു സന്തോഷം. അങ്ങനെയൊക്കെ 2 മണി അനൗൺസ്മെന്റ് എപ്പോഴുള്ള വരും. ഇനി അടിക്കല്ലേ. അയ്യോ എന്തിനാ 2 മണിയായപ്പോ എല്ലാം വണ്ടി പോവും. അയ്യോ പ്രശ്നമായേ. അയ്യോ ഗണ്ണ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് അവന്മാര് കളിച്ച ചോദിക്കാൻ സത്യോടാ. അപ്പികളുണ്ടല്ലോ. സത്യം ഇവനൊക്കെ വേണ്ടിയാ കുറയ്ക്കാൻ നടക്കുന്നേന്ന്. നാല് റൗണ്ട് ഓടൂലടാ. അതിലോ വീട്ടിൽ വന്ന വിചാരം മനസ്സിലായല്ലോ. ഇവനൊക്കെ വേണ്ടി കുറയ്ക്കാൻ നടക്കുന്നത് നീയൊക്കെയാണ് ഏറ്റവും വലിയ ഷണ്ണേശ്വർ. കണ്ണാക്കി കൊടുത്തപ്പോഴത്തേനും പ്രീവാർ വന്ന് ഒളിച്ചിരിക്കുന്നു. എടാ ഞാൻ പറഞ്ഞല്ലോ എടാ, ഇത്ര അതപ്പത്തിച്ചൊരു ഗ്യാങ് വേറെ എക്സലന്റ് സിറ്റിയിൽ ഉണ്ടാവൂല. സത്യം പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതല്ല നമ്മള് കുറച്ച് ഇവിടുത്തെ പാവം പിടിച്ചവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അടുത്ത് കിടക്കുന്ന ഗുണ്ടായിസം കാണണം ഇവരൊക്കെ. എന്റെ അമ്മോ, അവന്മാർ അടിച്ച് ഒരു 2 ആഴ്ച രാജാവിനെ പോലെ നിന്ന് കിളിലോണെന്ന് പറഞ്ഞു. ഈ പറയൂ വെളിയിലോട്ടുള്ള വഴി ഏതാണ്? പറഞ്ഞല്ലോ അണ്ണാ, താങ്കളെ സ്വഭാവം ഗോൾഡൻ കോൾസ് ആണ്. ഇല്ലല്ലേ, നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ബ്രോ അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും MRT Kids പോയിട്ട് കൺസൈൻമെന്റ് ഒക്കെ അടിച്ച് PD ഒക്കെ അടിച്ച് പഠിച്ചിട്ട് പയ്യ വാ. അപ്പൊ നമുക്ക് TV ആയിട്ട് സിറ്റുവേഷൻ ഒക്കെ എടുക്കാം. കേട്ടാ കണ്ടികളെ, നമ്മുടെ കൂട്ടത്തില് ഉള്ള ഏതെങ്കിലും നമുക്ക് എല്ലാ മെമ്പേഴ്സും ഈക്വൽ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഹൈറാർക്കിയിലുള്ള ഏതെങ്കിലും ഒരുത്തിന്റെ അടുത്ത് കൊണച്ചാൽ നിനക്കൊക്കെ ഉള്ള അടി എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? നിനക്കൊക്കെ ഉള്ള അടി എന്ന് പറയുന്നത് ഇതാണ്. കൈവാക്കിന് ഇടിയും കിട്ടി, മറ്റേ കുരിച്ചു നിർത്തി. ഇതൊരവസ്ഥയാണ് തോന്നിയത്. ഇത്രയുള്ള നമ്മുടെ ബുദ്ധി. അറിഞ്ഞൂടാ. എടാ ദൈവത്തിനോട് ചോദിച്ചാ സിറ്റുവേഷൻ എന്താണോ ഇത് ഒന്ന് ചോദിച്ചു. അപ്പൊ ഇത് സിറ്റുവേഷൻ എന്താണോ ഇത്? കേട്ടില്ല. 10-20 മിനിറ്റിൽ കംപ്ലീറ്റ് ഉണ്ടാവും. 15 മിനിറ്റ് വിളിക്കണ്ട. അപ്പം അവര് റേഡിയോ ഇട്ടിട്ട് കറക്റ്റ് റേഡിയോ ഇട്ടിട്ട് പറയണം, മീറ്റിംഗ് വിളിക്കണം. മീറ്റിംഗ് വിളിച്ചിട്ട് ഇപ്പൊ പ്രീവാർ കഴിഞ്ഞില്ലേ, അവരിപ്പോ ആക്ച്വലി മീറ്റിംഗ് വിളിക്കണം. മീറ്റിംഗ് വിളിച്ച് നമ്മളോട് പറയണം. നമ്മൾ 15 മിനിറ്റ് കാത്തു നിൽക്കാൻ മീറ്റിംഗ് വിളിക്കുന്നുണ്ടോ? അല്ല, എന്റെ അടുത്ത് അഡ്മിൻ വന്ന് പറഞ്ഞാ സമയം കഴിഞ്ഞാൽ സെർവർ സൈഡിൽ നിന്ന് ഉണ്ടാക്കുമെന്നാ. അത് പ്രീവാർ അത് കറന്റ്ലി ഓൺ ഗോയിങ് PvP സിറ്റുവേഷൻസ് അല്ലേ. അത് പ്രീവാർ എന്തായി. അപ്പൊ ഇനി വാറാണ്. ഓക്കെ, അത് അവര് വിളിക്കണം. മനസ്സിലായി? ഇപ്പൊ കറന്റ് കാര്യത്തിൽ അവരാ വീണ്ടും തോറ്റിരിക്കുന്നത്. ഓക്കെ. അവര് മീറ്റിംഗ് വിളിക്കണം. മീറ്റിംഗ് വിളിച്ച് നമ്മള് പോയി സംസാരിച്ച് നാളെ ടൈം ഇത് സ്ട്രാറ്റജി തിരിച്ചറിഞ്ഞു ചോദ്യം കൊടുക്കാം. അല്ലേ ചോദിച്ചു കൊടുത്താൽ അടുത്ത വാറിൽ എഴുതുന്നത്. അതായത് അഗ്രഷൻ കാണിക്കാതെ വെറുതെ അവനെയൊക്കെ പട്ടിയാക്കണം. കറക്ഷനുള്ള അടുത്താണ് ആരംഭിച്ചത്. അഡ്മിൻ പറഞ്ഞ ഡ്രോ ആണെന്നോ?
എടാ മീറ്റിംഗില് സിറ്റുവേഷൻ ഒക്കെ ചോദിക്കാമല്ലോ നമുക്ക്. 25 ഗണ്ണ് സേവ് ചെയ്യാൻ കാണിച്ച വെള്ളിത്തരവേ. ചെടിച്ചട്ടിയൊക്കെ എവിടുന്ന് ഇത്രേ ഉള്ളു കണ്ടികളാ നീയൊക്കെ, ഇത്രേ ഉള്ളു, മനസ്സിലായോ? ഇവർക്ക് കുറെ അച്ചീവ്മെന്റ് ഉണ്ട് കേട്ടാ. ഒരു വെടിവെക്ക പോലും വെക്കാതെ 25 ഗണ്ണ് സേവ് ചെയ്തത്. ഇതൊക്കെ അവരുടെ അച്ചീവ്മെന്റ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. സിറ്റിയിൽ ആദ്യമായിട്ട് കൺസൈൻമെന്റ് പീഡിയോട് തൂറി മെഴുകിയ ടീം. ഇങ്ങനെ കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ട് ഇവർക്ക്. എന്തോ ദൂരാനാണെങ്കിൽ വന്നേ അവിടെ മാറി കളിക്കാന്ന് ചോദിക്കണം. മലയെ കയറി ഇരിക്കാനായിരുന്നു. ഞാൻ സത്യത്തിൽ പറയാം, ഞാൻ ഇതേപോലെ കുത്താനൊന്നും പറയത്തില്ല. ഞാൻ അവിടെ മാറിയിരിക്കും. ഞാൻ വേറെ മലയിലൊക്കെ പോയി. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ടറഫിൽ പോയി വെറുതെ പോയി ചാവും. വാറിന് വന്നിട്ട് ടറഫുള്ള മറ്റേ ടറഫില് സോണോട്ട് ഇരിക്കും. തിരിവല്ലേ എല്ലാവരും ഒരു തിരിവ്. എന്താ പറഞ്ഞത്? സ്റ്റേഡിയമാണ് 2 റൗണ്ട് കറങ്ങിയാന്. ഗോൾഡൻ കോഴ്സ് കളിയാ. ഗോൾഡൻ കോഴ്സ് വിളിക്കാൻ നോക്കാം. അവന് എരുമേലി വിളിച്ചത്. അല്ല ഞാൻ പറഞ്ഞു, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 2 പേരില്ല ഇപ്പം. അതിനകത്ത് ആരപ്പം വിളിക്കുന്നേ? എന്ത് ശരി, ഞാൻ തന്നെ ഇറങ്ങാടാ. ഞാൻ എത്രത്തോളം നന്നാവാൻ ശ്രമിക്കും തോറും ആൾക്കാർ എന്നെ പഴയലോട്ട് തള്ളിയിട്ടോണ്ടിരിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതായത് ഞാന് ശരി കൊണയടിക്കണ്ട, ഒന്നും പറയണ്ട, എന്നൊക്കെ പറഞ്ഞ് നന്നാവാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പഴയ ആളാവുമെന്ന് എനിക്കൊരു പേടി. അപ്പാപ്പ ട്രിഗർ ആവരുത്. ഇതെല്ലാം ഇപ്പൊ എന്റെ തലയില, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം എന്റെ തലയില, ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം. ഇല്ല, അതാ പറഞ്ഞ ഞാൻ ഏറ്റെടുത്തോളാം. ഇതെല്ലാം ഈ വെളിയിലത്തെ സൈബർ ബുള്ളിങ്ങും അകത്തെ ബുള്ളിങ്ങും എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. എനിക്ക് കുഴപ്പമില്ല. വേറെ ഒരാളെ പോലും ഇതിനകത്ത് തലയിടാൻ ഞാൻ സമ്മതിക്കൂല. സൂപ്പർ. അപ്പൊ നാളത്തേക്കുള്ളയാലേ എങ്ങനാ പഴയ പൊടി കെട്ടി എടുക്കണോ? ഞാൻ ട്രിഗറൊന്നും അറിയത്തില്ല. വിളിച്ചാ അമ്മ മീറ്റിംഗ് വിളിച്ചാ? അങ്ങനെയല്ല അവര് അഡ്മിൻ പറഞ്ഞത്, അങ്ങനെയല്ല ശരിക്കും. അഡ്മിൻ പറഞ്ഞതെന്ന് പറഞ്ഞാ ഇത് ഫിനിഷ് ആയില്ലെങ്കിൽ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുകയാണെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ എൻഡ് ആവുകയാണെന്നാണ് പറഞ്ഞത്. അയ്യോ, അപ്പൊ അവന്മാർക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ കേട്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയാന്ന് തോന്നുന്നു പറഞ്ഞത്. ഞാനപ്പോ ചോദിച്ചു, രണ്ടുപേര് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അന്നേരം അത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു.
ആരെങ്കിലും ദേഹത്തോട് ചോദിച്ചാ പോരെ നിന്നെ ടെൻഷൻ ഇതാണ്ടായിരിക്കില്ലല്ലോ. അല്ല നമുക്കല്ലടാ അവർക്കാണ് സത്യം പറഞ്ഞ ടെൻഷൻ അടിക്കണ്ടേ. കാരണം അവർക്ക് അടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ട്. അത് ഭയങ്കര സിറ്റുവേഷൻ എന്റെ ആവുമെന്നോ അത് പ്രീവാർ ആണോ അതോ ടോട്ടൽ MRC വേഴ്സസ് TVS സിറ്റുവേഷൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കൺഫേം ആയില്ല. അത് ചോദിക്കുക. അത് എനിക്ക് അറിഞ്ഞൂടാ. പാപം തന്നെ വരും. നമുക്ക് അതുപോലെ കൊണ്ടുപോകാം. പെട്ടെന്ന് പോയി നാളെ വാറ കളിക്കാം. നമുക്കൊരു പ്രശ്നമില്ല. അമ്പൂന്റെ സംസാരം അവിടെ മറ്റേ അപ്പാപ്പന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ. കുറുക്കുറേ നീ വന്നോളേ. ഭണ്ഡാരം തുമ്മല്. സെക്യൂരിറ്റി അവനവിടെ നിക്കട്ടാ. അവന് സിറ്റുവേഷൻ ഇന്റർഫിയർ ചെയ്താൽ ശരിയാവൂലടാ. ഇവരെ സിറ്റുവേഷൻ ഇന്റർഫിയർ ചെയ്താൽ ഓരോരുത്തർ വന്നിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ പോണത് ഇവരുടെ മണ്ടയ്ക്കായിരിക്കും. ഇവരെ കൊണ്ട് ഡയലോഗ് അടുപ്പിക്കുന്നത് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് സിറ്റിയിൽ നമ്മളില്ലാത്തപ്പോൾ ഇവനെയൊക്കെ വെളിയിൽ കിട്ടുമ്പോൾ ഇവനൊക്കെ എടുത്തു വെച്ചിട്ട് അവർ സിറ്റിസൺ ആയിട്ട് നടക്കുന്നവരാ. അവരെ പിടിച്ചു വെച്ച് അടിച്ച് മെസ്സ് കിടക്കും. മനസ്സിലായ? പിന്നെ സിറ്റിസനെ തല്ലിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പോകാൻ പറ്റൂല. ഇതാണ് പ്രശ്നം. അവനെ കൊണ്ടൊന്നും പറയിക്കാന്നിരിക്കുന്നതാണ് നല്ലത്. എനിക്കതാ വലിയ ഇമ്പോർട്ടന്റ്. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇടണ്ടേ? 4 മിനിറ്റ് കൂടെ. അന്നാ പ്രീവാറിന് മനസ്സിലായില്ല. 10 പേരില് കണ്ണുപോലും ഇല്ലാന്ന് കേട്ടെ. അവര് ചുമ്മാ ഷോ അടിക്കാൻ അല്ല എനിക്ക് തോന്നുന്നു. ഓ ശരി, ഈയിടയ്ക്ക് കണ്ട് പീടി തല്ലിക്കൊന്ന് കത്തിച്ചു കിട്ടും തോന്നല്ലേ. ഇന്ന് നാരദ തമ്പി വന്നിട്ട് അങ്ങനെ നോക്കാറില്ല. Eagle, I am having to ask this. Last situation. അത് കറക്റ്റാടാ. Eagle, I am having to ask this. അതെന്താ? അല്ലടാ അത് അവര് കറക്റ്റാ ചെയ്തത്. എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിച്ചത്. മനസ്സിലായില്ല. ഏതോ ഒരുത്തം മാത്രമാണ് തോന്നുന്നു സേവ് ചെയ്ത് ഓപ്പ് മേടിച്ചേട്ടാ. ഒരു വണ്ടി ഇറങ്ങി രണ്ടുപേരും ഇറങ്ങി അടിച്ചില്ല. അല്ല ഇപ്പൊ അവര് പറയാൻ പോണേ എന്താണെന്നറിയോ? MRC ഹോൾഡ് ഡൗൺ അല്ല, രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. ഇനിഷ്യൽ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടല്ലേ? അവിടെ അത്ര പേര് ചാവുമ്പോ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. രണ്ടുപേരെ നീല അവിടെ വെടിവെച്ചു. ആ രണ്ടുപേരാണ് അതാരാണ്? ആ രണ്ടുപേരാ പ്രീവാർ വെടിവെച്ചെന്ന് കേട്ടാ. അവന്മാര് കഴിവാ പോവാറ്റില്ല. MRC അവന്മാര് അവന്മാര് കഴിയാ പോവാത്ത തീട്ടക്കറ അങ്ങനെ 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 അടിക്കാൻ പറ്റുമ്പോ പൈസ എടുത്തെറിയാൻ പറ്റും. എനിക്ക് താഴത്തെ മണി ഇരുന്നിട്ടേ 6 മണി ടോക്സി പട്ടി കൊടുക്കാണ്. മറ്റേ കുനിഞ്ഞിരുന്നപ്പോ കണ്ടു അങ്ങനെ. അറ്റ്ലീസ്റ്റ് അവർക്ക് ഗഡ്സ് ഉണ്ട്. വാറും പ്രീവാറും അടക്കാം. വിൻ ആയില്ലെങ്കിൽ പോലും ഇവന്മാർക്ക് മുമ്പിലുള്ള MRC മാറ്റാൻ വരാ. ഒറിജിനൽ റെസ്പെക്ട് ഉണ്ടായിരുന്നു. മുമ്പ് ഗ്യാങ് ഡിമാൻഡ് അടിച്ചു പോയി. ടർഫിന്റെ POV എല്ലാം ഇന്നലെ കാണിച്ചല്ലോ ഓൾറെഡി. ബാക്കിയൊക്കെ വീഡിയോയില് 8 പേരാന്റെ കൂട്ടത്തിലുള്ള ചത്രൊക്കെ അവനിരുന്ന് ഫേസ് പണിരുന്ന് കൊണക്കുന്നു. ലീഡർ ചേഞ്ചിന്റെ കാര്യം പറഞ്ഞ് കളിയാക്കണ്ട ഇവരെ. അത് പോട്ടെ അത് പറയണ്ട. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. 1 മിനിറ്റ് കൂടെ
2:15 ആകുമ്പോ ടൈം ആയി. ലാസ്റ്റ് മിനിറ്റ് നോക്കിയിരുന്നിടുവായിരിക്കും. നോക്കിയിരുന്നിട്ടെ. അല്ല നമുക്ക് എന്റർടൈൻമെന്റ് ഇനിഷ്യൽ POV ഒക്കെ ആരെങ്കിലും ലൈവ് കാണിക്കും ബ്രോ. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ. ഞാൻ ഇന്ന് ലൈവ് ഇടാനേ ഇരുന്നതല്ല. കഴിഞ്ഞ സിറ്റുവേഷനിൽ ഇപ്പം തന്നെ 4 മണിക്കൂർ 20 മിനിറ്റായി. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് കേസ് ഇന്നാണെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോകാമെന്നുള്ള രീതിയിലുള്ള പ്ലാനിലൊക്കെ ഇരുന്നപ്പോഴാണ് ഈ പറയണതുപോലെ പ്രീവാറോ എല്ലാം കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇതിരുന്നത്. ടൈമായി 2:15. ഇനിയിടാൻ പറ്റൂല. അത് കഴിഞ്ഞില്ലേ, ടൈം കഴിഞ്ഞില്ലേ? പക്ഷെ അപ്പൊ സെർവർ സൈഡിൽ നിന്ന് അനൗൺസ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. അതാ പറഞ്ഞ വാസവനെ ഏൽപ്പിട്ടിട്ട് പറഞ്ഞത്. കോബ്ര കമാൻഡ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ നീഡ് ടു ഗിവ് മീ മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. വിളിക്കേണ്ട ടൈം 15 മിനിറ്റ് എക്സ്പയർ ആയി. ഈ സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്, ഇറങ്ങുവാന്ന് പറഞ്ഞാൽ മതി. ആരടുത്ത് പറയണം? അത് പറഞ്ഞത് ഹെൽപ്പ് ഇട്ടാടാ. ഒന്ന് ഹെൽപ്പ് ഇടുവോ? ഒന്ന് വരാൻ പറയാം. പറഞ്ഞാൽ മതി. 15 മിനിറ്റ് നമ്മുടെ റൂള് പ്രകാരം 15 മിനിറ്റ് ആണ് മീറ്റിംഗ് വിളിക്കാനുള്ള സമയം. അത് എൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രീവാർ എൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ അവർ മീറ്റിംഗ് വിളിച്ചിട്ടില്ല. നമ്മുടെ ഒരു സിറ്റുവേഷൻ നൈസായിട്ട് ഉണ്ടാക്കി വിട്ടതല്ലേ. ഇനി ഇവനെക്കൊന്നും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. വേണമെങ്കിൽ അടുത്ത സിറ്റുവേഷൻ എടുത്ത് വരട്ടെ. നമ്മൾ ആ സിറ്റിയിലുണ്ടാവും. ഇല്ല, ഇത് എൻഡായി കഴിഞ്ഞാൽ 3 ദിവസം കൂടുതലുണ്ടാവും. അത് 3 ദിവസം കഴിഞ്ഞിട്ട് വരട്ടെ. ഹെൽപ്പിട്ട് പറഞ്ഞായിരുന്നു. നമ്മളൊരു സിറ്റുവേഷനിൽ വന്നിട്ട് 11:30 ആകുമ്പോൾ വരാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും വേണ്ടി കുത്തിയിരുന്നിട്ട് എടാ ഇങ്ങനിട്ടാ വരത്തില്ലടാ കിണ്ടി. ഹെൽപ്പ് ഇടണം. 15 മിനിറ്റ് ആയിട്ട് ഇവന്മാര് വാറ് വിളിക്കാത്ത എന്താടാ? 16 ഇതിനൊന്നും ഞാൻ വീഡിയോ പോലും ഇടത്തില്ല കേട്ടാ. ഒരു ഇതുമില്ല, വീഡിയോ ഒന്നും ഇടത്തില്ല ഇനി ഇതിനൊന്നും. വലിയ വ്യൂസിന്റെ കണക്ക് പറയുന്നവരാ. ഈ അപ്പികളെ തല്ലിയ വീഡിയോ മാത്രമേ ഉള്ളൂ 200K ക്രോസ് ചെയ്യാഞ്ഞത്. കാരണം അവർക്കറിയാം ഇത് പോയി കണ്ടിട്ട് കാര്യമില്ല, ഇവന്മാർ തല്ലുള്ളതാണെന്ന്. കാരണം ആൾക്കാർക്ക് അത്ഭുതമില്ല, ഇവർ തല്ലുകൊള്ളുന്നതിൽ അത്ഭുതമില്ല. അവർക്കറിയാം ഇവന്മാർ തല്ലുള്ളതാ. പിന്നെ ആ വീഡിയോ പോയി കണ്ടിട്ട് വലിയ കാര്യമില്ലല്ലോ. ഞാൻ നോർമലി എൻ്റെ വ്യൂവർഷിപ്പിൽ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവ് കാണാൻ നോർമലി വരുന്നവർ വന്ന് കാണും. ഈവൻ ദോ ഡ്രൈവിങ്ങിലൊന്നും ഒരു കോൺട്രവേഴ്സി ഇല്ല, മനസ്സിലായോ? ഞാൻ ആ ഡ്രൈവിംഗ് ലൈവൊക്കെ സിമുലേറ്റർ ലൈവൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു സാധനമാണ്. എന്നിട്ട് അത് ആ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ലവ് ഫ്രം MRC എന്നൊരു എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടുന്ന ഒരു 10 പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ട് പറയും കമൻറ്റ് സെക്ഷൻ MRC തൂക്കിയെന്ന്. അതെന്തായാലും ലോജിക്ക് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുണ്ടല്ലോ. അത് ഇപ്പോഴും എനിക്ക് ആ ലോജിക്ക് പിടിയിട്ടില്ല ഗൈസ്. മംഗലശ്ശേരി മംഗലശ്ശേരി നീലം, മംഗലശ്ശേരി കാരണം ഇവന്മാരെടുക്കുന്ന വള്ളിയെല്ലാം നിന്റെ തലേ വരും കേട്ടോ. ഇനി ആയിരിക്കും എന്താ ശിവനെ? അല്ല എന്താ എന്തായി? ഒന്ന് ഞെട്ടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ സിറ്റുവേഷനോട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എനിക്ക് ആ സിറ്റുവേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരണം. ബാക്കിയൊക്കെ കൺവേർട്ടിങ് വണ്ടി ഒന്നുമില്ല, നിങ്ങൾ കണ്ടു നോക്കും. ക്യാം ഇല്ല ബ്രോ, ഞാൻ ഇപ്പൊ ക്യാം ഇടുന്നില്ല. ഞാൻ കുറച്ച് പ്രിഗേഡായിട്ടിരിക്കും, അതുകൊണ്ടാണ്. നിങ്ങൾ ആരില്ല ഇനിഷ്യൽ സിറ്റുവേഷന്റെ നമ്മുടെ ഫസ്റ്റ് പുഷ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യണേ.
അതിന്റെ കളിക്കുന്ന എനിക്ക് മാത്രമേ ആ അഡ്രനാലിൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം, ഒന്നും കൂടെ ഒന്ന് കാണണം ഫ്രീ ആവുമ്പോ. ഇതിന് കണ്ടിന്യൂ ആവും ഇല്ലല്ലോ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞില്ലേ, സമയം കഴിഞ്ഞില്ലേ? അതാ ഇനി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 19 അങ്ങ് എന്തേലും അങ്ങനെ അവര് ഹലോ ബ്രോ, ഇത് വാറ് ഇപ്പൊ പ്രീ വാറ് 2 മണിയായപ്പോ സേഫ് സോൺ ആയപ്പോ എന്റെ ആയി 2 സൈഡിലും ഡൗൺ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഏകദേശം 20 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും. അവര് മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അത് അതിന് ഉത്തരം പറയാൻ പറ്റിയ ഒരു അഡ്മിൻ അല്ല. എന്നാ പാപം പറ. എന്നൊക്കെ പറയും ബ്രോ. നമ്മൾ ഇത്രയും അഡ്രനാലിൻ തരുന്ന ഒരു ഗെയിം കളിക്കുമ്പോ നമ്മള് ജയിക്കുന്ന മൊമെന്റിൽ നമുക്കൊരു ഇതുണ്ടാവും. ഈവൻ ദോ അത് സ്പോർട്സിലായാലും എന്തിലായാലും, ക്രിക്കറ്റ്, ഫുട്ബോൾ, നിങ്ങൾ കണ്ടിട്ടില്ലേ അഗ്രഷൻ കാണിക്കുന്നത് ഓരോരുത്തര്? അത് PP ആണോ, അത് ഫ്രസ്ട്രേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ അത് വിവരമില്ലായ്മയാ. അത് പറയണത് മീൻസ് അങ്ങനെ പറയണത് വിവരമില്ലായ്മയാ. നമുക്ക് ജയിക്കുമ്പോൾ ഒരു റേജ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക്. നമുക്ക് അത്രയും അല്ലെ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ആ സിറ്റുവേഷൻ എടുത്ത് അവരോടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആ റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലായ? ഇപ്പൊ അപ്പാപ്പനോടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു സാധനമാണ്, ആ ഒരു ദേഷ്യം, പുള്ളിയെടുത്ത് ഉണ്ടാക്കിയുള്ള ദേഷ്യം, ആ ഒരു സാധനമാണത്. അതൊക്കെ BP, അതൊക്കെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തൊക്കെ കളിയാക്കലുകളാണുള്ളത്. വിരാട് കോഹ്ലി അതാ പറഞ്ഞ, അവർക്കെല്ലാം അഗ്രഷൻ ഉണ്ട്. ലൈക്ക് ആ ഒരു സാധനം കാണിക്കുന്നു പറഞ്ഞാൽ അതൊരു നമ്മൾ ജയിച്ചതിന്റെ ആ ഒരു ഇതാ. അല്ലാതെ പ്രത്യേകിച്ച് ഇത് മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷൻ ഗെയിമാണ്, പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഗെയിമാണിത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായാലും നമ്മുടെ അടുത്ത് പറയുന്നതിന്റെ കോണയ്ക്ക് നമ്മൾ തിരിച്ചു പറയും. ആ സമയത്ത് അതൊന്നും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ദാറ്റ് ഡസൻ മീൻ ആ പർട്ടിക്കുലർ പേഴ്സണ് BP ഉണ്ട്, അണ്ടി ഉണ്ടെന്നല്ല. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മനസ്സും പിന്നോട് പോയോ കൂടുതൽ പത്രത്തിട്ട അടുത്ത ദിവസം ഞാൻ വീട്ടിലോട്ട് പോകും. അവിടെ ഞാൻ ഉണ്ടാവും. വരിക, എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോവുക, നമുക്ക് BP ചെക്ക് ചെയ്യാം, ഞാൻ കൂടെ വരാം. എന്നിട്ട് എൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം എനിക്ക് മേടിച്ച് തരണം. മരുന്നെല്ലാം മേടിച്ച് ഫ്രീ ആയിട്ട് തരണം. അങ്ങനെ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ഞാൻ കൂടെ വരുന്നതായിരിക്കും. പക്ഷെ വരുന്നവൻ എന്നെ കൊണ്ടുപോയിട്ട് BP ഇല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ അടിക്കുവേ. അത് ഓക്കെ ആണെങ്കിൽ വാ. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായ? എനിക്കിതുവരെ BP ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നത് കൊളസ്ട്രോൾ ആയിരുന്നു. അത് ഈ വീട്ടിലിരിക്കുന്നത് ചുമ്മാ വെളിയിലൊന്നും പോവാതെ ഈ ഗെയിമിനകത്ത് കയറി താളം അടിച്ച് ഇങ്ങനെ ഇരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. മനസ്സിലായേ? കൊളസ്ട്രോളും ദേഷ്യവും തമ്മിലൊരു ഇതില്ല. ദേഷ്യമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ പണ്ട് തൊട്ടേ സബ് ചെയ്ത ആൾക്കാർക്ക് ദേഷ്യവും ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാ സംസാരിക്കുന്നതെന്ന് പറയുന്നു. എൻ്റെ ആദ്യത്തെ അഗ്രഷനൊക്കെ കണ്ട. അപ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ 19ാമത്തെ വയസ്സിലത്തെ അഗ്രഷനും മറ്റേ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുള്ളൂ എന്നേ പറയുള്ളൂ എല്ലാവരും. അതൊക്കെ മെച്ചൂരാനിൻ്റെ തൈലത്തിൻ്റെ ഒരു എഫക്റ്റാ. എന്താടാ കുണ്ടൻ വാസു? ഞാൻ കുണ്ടനൊന്നും അല്ല ബ്രോ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ DNA ഒരു ആഞ്ചർക്കം താഴെ കിടപ്പുണ്ട്. മനസ്സിലായോ? ഞാൻ കുണ്ടനൊന്നും അല്ല. എനിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. എനിക്ക് വേറെ അത് തെളിയിക്കാൻ വേറെ ഇതൊന്നും എടുത്തു വെച്ച് കാണിക്കേണ്ട ആവശ്യം നിന്റെ അടുത്തില്ല. ഞാൻ കുണ്ടനൊന്നും അല്ല. കഴിഞ്ഞോ? എൻ്റെ പറഞ്ഞോ? ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ. ഞാൻ ഇത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എനിക്കിത് അറിയണം. കുറെ നേരമായി. ഞാൻ ഇന്നൊരു അർജന്റ് കാര്യത്തിൽ പോവാതെ ഞാനിവിടെ സാമാനം പൊക്കി ഇരിക്കുവോ ഞാൻ ഇത്ര നേരമായിട്ട്. എവിടെ
ഹലോ എന്നുള്ളത് ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രീവാർ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഹലോ കേക്കാം. അതല്ല എന്റെ ചോദ്യം. അതായത് പ്രീവാർ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. പുള്ളി ഡിലേയിലാണ് കേട്ടോ, ഇപ്പോഴും വന്നിട്ടില്ല. ഇനി ആൻസർ കണ്ടുപിടിച്ചിട്ട് വരത്തുള്ളൂ. വന്നോ? നീലിന് പറഞ്ഞു കേക്കാവോ? അങ്ങനെ പറയല്ലോ കേട്ടോ. അതായത് പ്രീവാർ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് വിളിക്കേണ്ടത്? 15 മിനിറ്റിനുള്ളിൽ. 15 മിനിറ്റിനുള്ളിൽ അല്ലേ? നമ്മളിപ്പോ 25 മിനിറ്റ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല ബ്രോ, അത് സംബന്ധിച്ചാൽ പ്രീവാർ എൻഡ് ആയിട്ടില്ലല്ലോ. പ്രീവാർ നിങ്ങള് സേഫ് സോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വായിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഓൺ ഗോയിങ് സിറ്റുവേഷൻസും സേഫ് സോൺ സമയത്തിൽ സർവർ സൈഡ് എൻഡ് ചെയ്ത് വിടും അല്ലേ? പക്ഷേ ഇതിനകത്ത് നമുക്ക് അതാണ്, ഇതൊരു ഫസ്റ്റ് ടൈം ഈ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ആദ്യമായിട്ടാണോ എൻഡ് ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതിനു മുമ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റുവേഷൻ ഞാനിപ്പോ രണ്ട് സൈഡും ഡൗൺ ആവാത്ത സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി തോറ്റവരല്ലേ വിളിക്കേണ്ടത് മീറ്റിംഗ്? ഞങ്ങൾ ആവശ്യമല്ലല്ലോ വാർ കളിക്കേണ്ടത്. അതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതിന് എന്റെ മേളിലോട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ നമ്മൾ എന്തായാലും കാത്തു നിന്നു. നമ്മൾ 25 മിനിറ്റ് കാത്തു നിന്നു. ഇനി നമുക്ക് കാത്തു നിൽക്കാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യണം ബ്രോ. അവർക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ 3 ദിവസം കൂൾ ഡൗൺ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തോളാൻ പറ ബ്രോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓൾറെഡി ഈ സിറ്റുവേഷന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷന് വേണ്ടി അവരുടെ കോ ലീഡർ നമ്മളോട് വന്ന് ടൈം പറഞ്ഞ് നമ്മൾ ഇന്ന് റിവാർ തീർക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തൊട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഇത് കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്ത പുതിയ സിറ്റുവേഷൻ ആണ് ഇത്. അതിലും ഇവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡിലേ വന്ന് ഇവരുടെ സൗകര്യത്തിന് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. നമുക്ക് ഡെയിലി വാർ മാത്രം കളിക്കുന്ന ഗ്യാങ് അല്ല ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. ഞങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ ബ്രോ, നിങ്ങളെ കൺസേൺ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മാനേജ്മെന്റിനോട് അറിയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്നുള്ള ഡിസിഷൻ നിങ്ങളുടെ ചാറ്റിനകത്ത് ഇട്ടേക്കാം. ഓക്കെ അതൊക്കെ ബ്രോ. പ്രീവാർ എപ്പോയോ? ഇത് നോട്ട് ചെയ്യുന്ന ആക്സിലറേറ്ററിനെ നോട്ട് ചെയ്ത പുള്ളി പറഞ്ഞ ചാമ്പ് തോന്നുന്നു. ഇത് TVS എടാ, ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് നീയൊക്കെ ഇവിടെ കളിക്കുന്നില്ലടാ. നീയൊക്കെ ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് നീയൊക്കെ ഇവിടെ കളിക്കുന്നില്ലടാ. അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ബ്രോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ ബ്രോ. 1:50 ടൈം പറഞ്ഞ് 1:47 നമ്മൾ അവിടെ എത്തി. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേ പോലും ഉണ്ടാവാതെ. നീയൊക്കെ കഴിഞ്ഞ പ്രീവാറിന് എങ്ങനെയാ വന്നേന്നറിയാവോ? നീയൊക്കെ എങ്ങനെ കഴിഞ്ഞ പ്രീവാറിന് വന്നേന്നറിയാവോ? 10 km/h സ്പീഡ് ലോക്ക് ആക്കി വെച്ചിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു വന്ന്. അതാണ് നിന്റെയൊക്കെ ആൾക്കാരുടെ ധൈര്യം, മനസ്സിലായ? പക്ഷെ നമ്മൾ അങ്ങനെയല്ല. 1:50 വരാൻ പറഞ്ഞപ്പോ 1:47 റെഡിയായി തല്ലാൻ അവിടെ വന്ന് നിന്ന്. ആ പ്രീവാറിനല്ല, വാറിന് ഞാൻ വെളിയിൽ നിന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ്. ഞാൻ വാറിന് അവിടെ വന്ന് ഞങ്ങൾ 1:47 ഒട്ടേ നിന്ന്. അതാണ് ഞങ്ങൾ കാണിച്ച ഇത്, മനസ്സിലായ? എന്നിട്ടും വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വന്ന് കഴിഞ്ഞതിന് ശേഷം നീയൊക്കെ എന്തോ ചെയ്തേ? പുഷ് ചെയ്തില്ല. ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ സ്ഥിരം കളിക്കുന്ന മലയിൽ പോയി ടർഫിൽ ക്യാമ്പ് ചെയ്യുന്നത് പോലെ പൊസിഷൻ പിടിച്ചിരിക്കുന്നു. ബ്രോ, നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴും ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം? നമ്മള് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ബ്രോ? ഇതെങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറയാം. നിങ്ങൾക്ക് വേറെ ആളോടുള്ള ഇഷ്ടമല്ല ഇത് എന്നോടുള്ള ഹെയ്റ്റാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ തല്ലിയപ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തപ്പോഴോ ഉള്ള നിങ്ങൾക്ക് എന്നോടുള്ള ഹെയ്റ്റാ. അല്ലാതെ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. എൻ്റെ ചാറ്റിൽ പ്രത്യേകിച്ച് വന്ന് പറയത്തില്ല. നിങ്ങൾ അവിടെ പറയുന്ന എന്തോ ആയിക്കോ. എൻ്റെ ചാറ്റിൽ എന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾ വന്ന് ഈ കിക്ക് പോലത്തെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നിരുന്ന് പറയണമെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടമല്ല, ഇത് എന്നോടുള്ള ഹെയ്റ്റ് ആണ്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഇതാണ് നിങ്ങൾക്കാണ് നിങ്ങൾ ഈ ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ശരിക്കുള്ള ഫ്രസ്ട്രേഷൻ. ഞാനൊന്നും ഒരിക്കലും ഈ പറയണത് പോലെ ഇഷ്ടമല്ലാത്ത ഒരാളെ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കൊരുത്തിനെ കണ്ടുകൂടാങ്കിൽ പോടാ കൊണ്ണേ എന്നുള്ളൊരു രീതിയിലാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പണ്ട് തൊട്ടേ. ഞാൻ അങ്ങനെ ഒരുത്തൻ്റെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഫോളോ ചെയ്യാറില്ല. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരേത് പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏത്, ഒരിക്കലും ഞാൻ ലീഗൽ കാണ്ടോൺ ബ്രോ ഞാൻ ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്നത്. ബ്രോ എന്നെ ട്രിഗറായി കാണാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ പറയണം, ഇതൊക്കെ ഞാൻ ട്രിഗറായി സംസാരിക്കുന്നതാണെന്ന്. ഞാൻ ഇതിലും കാമായിട്ട് ഞാൻ ഓഡിയൻസിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഈ MRC വിഷയത്തെ പറ്റി. ഞാൻ ഭയങ്കര കാമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം, മനസ്സിലായ? ഇതൊന്നും അല്ല എൻ്റെ ട്രിഗർ. ഞാൻ ട്രിഗറായി സംസാരിക്കുന്നത് ഇങ്ങനൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, അതും കൂടി അങ്ങ് കാണിച്ചിട്ട് പോവാം. വെയിറ്റ്. ഇന്നലെ സിറ്റുവേഷൻ ആയി എന്ന് പറയുന്ന കാര്യം എന്താണ് പുള്ളിയുടെ ചാനൽ? MRC അപ്പാപ്പൻ തന്നെയാണോ ചാനലിന്റെ പേര്? അവിടെ പോയിട്ട് ചെവിയെല്ലാം വേദന. ആ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഞാൻ ഒന്ന് എടുത്തോട്ടെ. സ്ക്രീനിടാ വെയിറ്റ്. ഇത് നോക്കിയോ? എവിടുന്ന് MRCയുടെ വണ്ടി വരുവാണേ. വാർച്ചാലിൽ എന്താ ഇട്ടോ? വാർച്ചാലിൽ എന്തെങ്കിലും ഇട്ടോ? അത് അവരുമായിട്ടുള്ള സീൻ. ഇതാണ് ചീവേലെ പിള്ളേര്, മനസ്സിലായേ? ഇതാണ് ചീവേലെ പിള്ളേര്. അവരുടെ RP ആയിട്ട് അവര് വേറെ ആരോഗ്യമായിട്ട് RP ചെയ്തോണ്ടിരിക്കുക. അതായത് വഴി കാണുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് നീ എൻ്റെ ഗ്യാങ്ങിൽ ചേര്, നിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത് എന്നുള്ള രീതിയിൽ. അവിടെ യാതൊരുവിധ MRCയുടെ യാതൊരുവിധ പ്ലേസും ഇല്ല. കൺവേർഷൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അഡ്മിൻ കോളിംഗ്. ഓക്കെ. ഹലോ 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 എടാ അഡ്മിൻ വന്നായിരുന്നോടാ? എവിടെ? ഒന്ന് വിളിക്കൂ. എന്താ പറഞ്ഞിട്ട് പോയേ? ഒന്ന് വിളിക്കൂ. താഴോട്ടൊന്ന് വരാൻ പറയാം. ഞാൻ നിൽക്കുന്ന ഈ മാർക്കിലോട്ട്. ഒരു നീല മനുഷ്യൻ. ഇല്ല ഇങ്ങോട്ട് വന്നില്ല. എടാ ഇവിടെ പറഞ്ഞില്ലേ? വില്ലപ്പിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ടും കാണിച്ചു തരാം. എല്ലാരും നീ ദയവേത് ഇതിന്റെ ഇടയ്ക്ക് ഒന്നും സംസാരിക്കല്ലേ കേട്ടാ. ഓക്കെ, അത് മതി. അതാ നല്ലത്. ബ്രോ ചില്ലാവോ? ഓവറാവുന്നു. നോ ഹേറ്റ് ബ്രോ. ഞാൻ എന്ത് ഓവറായി ബ്രോ? ഇപ്പൊ ഞാൻ എന്ത് ഓവറെന്ന് പറഞ്ഞത് ബ്രോ? എന്തേ ബ്രോ ഇങ്ങനെ? ഇതാ ഞാൻ പറഞ്ഞടാ, എത്ര കാര്യം പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവാത്തത്. അപ്പൊ എന്തില്ല, ഞാൻ അഡ്മിനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. AFK ആണെന്ന് പറഞ്ഞു. ആണോ? പുള്ളി അവിടെ AFK ആയിട്ട് എന്താ നിപ്പുണ്ട്, സംസാരിക്കാൻ തോന്നുന്നു.
വാസുമനെ വേറെ ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ വേണ്ട സർവറൊന്നും കത്തിക്കല്ലേ, സർവറൊന്നും തീടല്ലേ, വേണ്ട ഒന്നും ചെയ്യല്ലേ. അഡ്മിൻ ടീമിനെ മൊത്തത്തിലേക്ക് മാറ്റിയാലോ? വേണ്ട എന്നെ ഒന്നും വിളിക്കല്ലേ അപ്പാപ്പ, ഞാൻ തിരക്കാണേ, എനിക്ക് പല കാര്യങ്ങളായിട്ടോട്ടെ, എന്നെ ഒന്നും അതിനൊന്നും വിളിക്കല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാസുമോനെ പോലെ ഒരു ആക്റ്റീവ് ഒരു അഡ്മിനെയാണ് ഞാൻ തപ്പി നടന്നിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല. കാണുന്നുണ്ടോ? ഞാൻ നോക്കില്ല, ഇല്ല കാണുന്നില്ല. ഞങ്ങൾ ടിഎക്സ് തന്ന് നമ്മ സർവർ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞ് കിക്ക് ചെയ്ത് കളയുവേ. കൊണ്ടുപോയി നിന്നെയൊക്കെ കൊണ്ടുപോയി. ഒരു എക്സ്പ്ലോയിറ്റും അല്ല, ടിഎക്സ് തന്ന്. ഇവിടെ പോയവരല്ല ആർക്കറിയാം, എനിക്കറിഞ്ഞോടാ. ഫ്രീ വാറിൽ ഇങ്ങനെ നടക്കാൻ പറ്റും. ഇതെന്ത് ചെയ്താടാ, ബഗ് വല്ലോണോ അത്? അല്ലല്ല അഡ്മിൻ ആക്കിയതാ. അഡ്മിന്റെ തോളത്ത് കയറിയുന്ന പുള്ളി നോക്കിളി പഠിച്ചു, ഞങ്ങൾ നോക്കിളിപ്പായി. താഴെ ഉണ്ടെന്നോ? ഹസൻ MRC ഫാൻ, ഇന്നത്തെ നിങ്ങളുടെ ഇനിഷ്യൽ സിറ്റുവേഷൻ ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു, ഓടിച്ചെടുത്തത്. അങ്ങനെയാണ് ഗ്യാങ് യു ആർ ഗ്രേറ്റ് ലീഡർ നൗ ബിക്കം ഫാൻ ഓഫ് യു. ബ്രോ ഞാൻ പറയണല്ലോ, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗ്യാങ്ങിനെ ഹേറ്റ് ചെയ്യാനും മറ്റേ ഇതാക്കാനും അല്ല പറയണത്. സത്യം പറഞ്ഞ ലൈക്ക് അവർ തുടങ്ങുന്നതേ ഉള്ളൂ, അവരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളെ ഇതാക്കാൻ വരുന്നതാണ്. ബാറ്റ് ഒന്ന് എടുത്ത് മാറ്റിക്കണം. അഡ്മിനെ നമ്മളെ ബോഡി കാണാൻ പറഞ്ഞോ. അതെ, ഈ പുള്ളി എന്തേ നിങ്ങളുടെ കോലീഡർ? ഉണ്ട്. അതെ, നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കൺസേൺ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഞങ്ങൾ ബാക്ക് ടു നോർമലാക്കോ, ഇൻവിസിബിളാ. അമ്മച്ചി അയ്യോ അപ്പാ അവര് സക്സസ്ഫുള്ളി ഇപ്പൊ അവരെന്തൊക്കെ സേവ് ചെയ്തെന്ന് അറിയോ അപ്പാ? 25 ഗണ്ണ്, വാർ തോറ്റുള്ള മാനക്കേട്, തോൽവി, ഷൗടെക്സിന്റെ പുതിയൊരു വീഡിയോ, പിന്നെ എന്തൊക്കെയായിരുന്നു മിസ്സായല്ലോ. ഒത്തിരി കാര്യങ്ങൾ മിസ്സായി പോയപ്പോ. ഇത് സിനിമാറ്റിക് വന്നിട്ട് ഞാനായിരുന്നു സ്റ്റാർ. അയ്യോ അപ്പാപ്പ ഇതിന് അപ്പാപ്പന് വേണ്ടി സിനിമാറ്റിക്സ് ഇറക്കണോ? അപ്പാപ്പ ഒന്നും വേണ്ട, റീവാർ മാത്രം അപ്പാപ്പന്റെ ചാനലിൽ ഇടാൻ പറ്റിയ ഒരു സാധനമുണ്ട്, ഇനിഷ്യല് മാത്രം. അയ്യോ അതൊരു അപ്പാപ്പ സമയം കിട്ടുമ്പോ ഉണ്ടല്ലോ, സമയം കിട്ടുമ്പോ അപ്പാപ്പൻ എന്റെ തത്സമയം ഒന്ന് കാണണം. ഇന്നത്തെ നമ്മുടെ ഇനിഷ്യലിന്റെ POV എന്റെ പൊന്നോ, നമ്മളെല്ലാം കൂടെ മറ്റേ കാടിളകി വരുന്നത് പോലെ പോണ ഒരു ഇതുണ്ട്. അയ്യോ അല്ലല്ല, തുടക്കം ഫസ്റ്റ് ഫൈറ്റ് നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നേ. ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം ഇറങ്ങി അടിക്കണത്, മനസ്സിലായ? ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം ഇറങ്ങി, അവരുടെ MRCയുടെ വണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വണ്ടി ആദ്യം, അല്ലല്ല റോഡിൽ ഏതോ ഒരു നമ്മുടെ ഒരു വണ്ടി രണ്ടുപേരും ഇറങ്ങി അടിക്കും. അപ്പൊ MRCയുടെ വണ്ടി കൊണ്ട് കുത്തുമ്പോൾ നമ്മൾ ഇറങ്ങും അവിടെ. അതൊന്ന് കാണണം. ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു വണ്ടി പിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് മറ്റേ ബിൽഡിങ്ങിന്റെ ഇടയ്ക്കോട്ട് കയറിയ ഓർക്കുന്നുണ്ട് അവന്മാര്. അവിടെയാണ് വാസുമനൊക്കെ ഇറങ്ങി പോയി വാസുമനെ. മനസ്സിലായി. അവിടുന്ന് വിഷയം കളിയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 സിറ്റുവേഷൻ സറണ്ടർ ചെയ്ത വേറെ ആരും നമ്മുടെ RP ചരിത്രത്തിലില്ല. RP ചരിത്രത്തിലെ ഇതിലുകളിൽ ചേർക്കേണ്ട ഒരു മഹാവിസ്മയം. പുതിയ ഒരു ചരിത്രത്തിന് നമ്മൾക്ക് വഴിയൊരുക്കുക അതല്ലേ വാസുമനെ? കൂൾ ഡൗൺ ഇടാതിരിക്കാൻ പറ്റുമോ? പക്ഷെ നാളെ അവർ ചോദിക്കാൻ വരുമായിരുന്നു വീണ്ടും, ഗണ്ണൊക്കെ കടം മേടിച്ചിട്ട്. അല്ല സർവ സൈഡിൽ ഉണ്ടാക്കുവാണെങ്കിൽ കൂൾ ഡൗൺ ഉണ്ടാവും. നീ ആരോടാ പറയുന്നത്? നീ ആണല്ലോ തീരുമാനിക്കണേ. കൊള്ളാലോ. നമുക്ക് തൽക്കാലം ഈ ഒരു പവർ നമുക്ക് KVക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നാളെ KVയുടെ പറഞ്ഞു തരുന്നത്
ഈഗിൾ ഗെയിമിംഗ് ബ്രോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മനുഷ്യന് ബ്രെയിൻ രണ്ട് സൈഡാ ഉള്ളത്. ലോജിക്കലി ക്രിയേറ്റീവ് സൈഡിനൊക്കെ ഫാനൊക്കെ രണ്ട് സൈഡ് പറഞ്ഞായിരിക്കും. ഇനി എടാ ഞാൻ ഒന്ന് വെളിയിലുണ്ടാവും. ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ. അപ്പൊ ഇവര് റാൻഡായിട്ട് എവിടെ നിന്നോ വരുവാണ്. ഈ POV നിങ്ങൾക്ക് കാണണമെങ്കിൽ വില്യമോന്റെ POV ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഈ സെയിം ടൈമിൽ നമ്മൾ സന്തോഷത്തോടെ ഞാൻ ഗോഗു കില്ലുക ഞങ്ങളെല്ലാവരും കൂടെ ഗൈസ്, ഞാൻ DC ഒരു പിള്ളേരെ വിളിച്ചിരുത്തി അവരാധിച്ച് പറയത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം. മനസ്സിലായി? ഞാൻ വിളിച്ചിരുന്ന അവരാധിക്കുന്നില്ല. ഇപ്പം എനിക്ക് ആരാധിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ പൊക്കോളാം. ഇപ്പം ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. മനസ്സിലായ? ഓരോരുത്തർ അല്ലെങ്കിൽ ഇനി ഓരോരുത്തർ അവന്മാർ വന്ന് അവിടെ ട്രിഗറായി ഡിസ്കോഡിലിരുന്ന് പറയണത് വേറെ, സിറ്റിക്കകത്ത് പറയണത് വേറെ. ഓക്കെ. അപ്പൊ ഇത് നീലിന്റെ വില്ലുമോന്റെ POV ഇതുണ്ട്. അവർ RP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് MRCയുടെ ഒരു മെമ്പേഴ്സ് പോലും അടുത്തില്ല. ഇവർക്ക് ട്രിഗർ ആവുന്ന രീതിയിലത്തെ ഒരു സിറ്റുവേഷനും ഉള്ള രീതിയിലത്തെ ആൾക്കാർ അവിടെ ഇല്ല. മനസ്സിലായ? ഇവിടെ ഇത്രയും പേര് അവരിരുന്ന് അവരുടെ RP ചെയ്യുക. അപ്പൊ എവിടെ നീ ഞാനുണ്ടല്ലേ? ഹലോ ഹലോ, ഇത് ഏതാ? ആരാ കസ്റ്റമണ്ടിയാ? സുൽത്താൻ എന്നാണോ പേര്? പൈസ വല്ലതും വേണോ? ഗ്യാങ് സുഹൃത്തെ പൈസ എല്ലാം വേണമെന്ന് പറയുന്നത് സിറ്റിയിലെ ഏതോ റാൻഡം മറ്റേ ഇതാണ് ഇവരുടെ കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന റാൻഡം ഒരാളാണ് പൈസ നീല് പോയി. MRCയുടെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അവൻ പോയി. മനസ്സിലായോ? അവൻ പോയി. വെറുതെ കൊടുക്കണോ? എന്തിനാ വെറുതെ കൊടുക്കുന്ന പൈസ? ബാബാ ഞാൻ കാണിച്ചേ. ബാബാ പൈസ വെറുതെ കൊടുക്കുന്നു കേട്ടപ്പോ പുള്ളി ചാടി എണീറ്റ് പോയി. കുടുക്ക് ശിവു അങ്ങനെ എന്തോ ആണ്. കുടുക്ക് ശിവു പൈസ കിട്ടുന്നു അറിഞ്ഞപ്പോ പുള്ളി വണ്ടിയിൽ ചാടി ഇറങ്ങി പോയി. ഇയാളെ കൂടെ പർച്ചേസ് ചെയ്യാൻ കയ്യില് പൈസ ഇല്ലല്ലോ. ഇനി ബാങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം. കുടുക്കയാണ് വന്നിട്ട് ഇയാൾക്ക് കൂടെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് ഏതോ സിറ്റിസൺ ആ ഗൈസ്. പേരെന്താണ്? പർച്ചേസ് ചെയ്തോളൂ, ചെയ്യൂ. ഇവിടൊക്കെ രണ്ടുപേരും സമാധാനത്തോടെ സംസാരിക്കുന്നു. മനസ്സിലായോ? 10 ലക്ഷം. ഓ നമ്മുടെ ടീംസിൽ ഇപ്പൊ 2, 3, 5, 6ാമത്തെ ആൾ 6 പേരായ അവർ ഓരോരുത്തർ സിറ്റിസൺസിനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. മനസ്സിലായോ? കൺഗ്രാജുലേഷൻ. പുള്ളി അത് തിരിച്ചുണ്ടോ കൊടുക്കാനുള്ള പരിപാടി നോക്കിയിട്ട് 0 കൂടിപ്പോയി. പിന്നെ എല്ലാ 0 കളഞ്ഞ് 1 ആക്കി. എന്നിട്ട് വീണ്ടും ഗീവ് കൊടുത്തു. ഒരു രൂപ കൊടുത്തപ്പോ അടുത്തൊന്നും ആരും ഇല്ല. 6 കൈ പോയതുമില്ല. പിന്നെ കുഴിയിലേക്ക് എടുക്കാറായി ഞാനാണ് ഗോഡ് ഫാദർ. നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താ? പാരാഗ്ലൈഡിങ്ങിന് ആര്? എന്റെ പേരോ? എന്റെ പേര് രതീഷ്. കൊടുക്ക രതീഷ്. ഇവന്റെ പേര് ബാലനല്ലേന്നോ? ബാലനൊന്നും അല്ലത്. അത് ബാലനാണെന്നാണ് അവർ ഇന്നലെ പറഞ്ഞത്. ഇത് ബാലനൊന്നും അല്ലത്. ഇത് ബാലനൊന്നും അല്ല ഗൈസ്. ഇത് ബാലനൊന്നും സിറ്റി പോലും വന്നിട്ടില്ല. നിങ്ങൾ അഡ്മിൻസിന്റെ അടുത്ത് ഇന്നലെ ലോകെടുത്ത് നോക്കാൻ പറ. ബാലനൊന്നും അല്ലത്. ഇതാണ് നിങ്ങളുടെ ഇത് മുതൽ ഗോഡ് ഫാദർ. അത് ഞാൻ തീരുമാനിക്കട്ടെ, നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്ക് താല്പര്യം പറഞ്ഞു കൊടുക്കും. പൈസ തരാം ബ്രോ. താല്പര്യമില്ല. പിന്നെ അത് ഞാൻ വിളിച്ചാൽ മതി. എനിക്ക് പൈസ ഉണ്ടോ ആവശ്യത്തിന് അധികം കോടികൾ ഓപ്പില്ല. ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്ത് പറഞ്ഞു? റേഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു ഗൈസ്? ഇവിടെ അല്ല, ഇവിടെ എന്തെങ്കിലും ഒഫൻസീവ് ആയിട്ട് പറഞ്ഞു? ജസ്റ്റ് ഒന്ന് ഞാൻ എന്റെ ചോദ്യം അതാണ്. ആ പൈസ തലച്ചോറ് വാങ്ങിച്ചേക്കും. വേറൊരുത്തരും കൂടി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ 2 തലച്ചോറില്ലാത്തവരായി. നിനക്കെന്താ ഉള്ളേ? തലച്ചോറുണ്ടോ? നീ കാണിച്ചു തരണോ? നിന്റെ കുണ്ടിനകത്താണോ ഇരിക്കുന്നത്? കാണിച്ചു തരാൻ. ഇനിയാണ് കൊണ. മനസ്സിലായ? ഇനിയാണ് കൊണ.
നിനക്ക് ചിലപ്പോ എന്റെ നിന്റെയൊക്കെ എവിടെ ഇരിക്കുന്നത് നല്ല ബോധ്യം പർച്ചേസ് ട്രിഗറിങ് ആണെന്നല്ല ബ്രോ. ഇവര് വരുന്നതിന് മുമ്പും പുള്ളി ഇവിടെ എങ്ങനെ ഇവിടെ വന്നത് നോക്ക്. പുള്ളി വരുന്നതിന് മുമ്പ് ഇല്ലടാ, ഞാനിത് പറഞ്ഞാൽ ചിലപ്പോ ഇവര് കൺവേർട്ടിംഗ് എന്ന് പറയടാ. എടാ വയ്യടാ, എനിക്ക് അത് കേൾക്കാൻ വയ്യടാ, എനിക്കത് താല്പര്യം ഇല്ലടാ ബ്രോ. നമ്മൾ പറയാം, ഒന്നുകൂടെ പറയാം. ഇതാണ് സിറ്റുവേഷൻ. ഇത് ഇവിടുന്ന് സംസാരിച്ച് വഷളാവും. ഇവിടുന്ന് നിങ്ങളുടെ ആൾക്കാർ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം കൊണയാവും, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, വരെ വന്ന് അടിച്ചുറക്കും. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷനും അതെന്നൊക്കെ പറഞ്ഞു കളയാം. അതുകൊണ്ട് അത് വേണ്ട, അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇത് MRC അടിക്കണം എന്ന് പറഞ്ഞു പോയെടുത്ത സിറ്റുവേഷൻ. എടാ, നമ്മൾ ടർഫൊക്കെ ജയിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാടാ. നമുക്ക് ആ സമയത്ത് എന്തിനാണ് നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ വന്ന് അത് ട്രിഗറായി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സമ്മതിച്ചു, ഞാൻ സമ്മതിക്കുന്നു. സിറ്റുവേഷൻ ആയി അവിടെ. ഇനി ഇൻ കേസ് കോണയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞത് ട്രിഗർ ആയി എന്ന് വെച്ചോ, ഓക്കെ, അതൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് ഇന്റൻഷനലി വന്ന് എടുത്തതൊന്നും അല്ല. അവര് റാൻഡോ ആർപ്പിക്ക് അതൊരു ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി അതിനകത്ത് പോയി കയറി കൊടുത്തതാ. അത് പുള്ളി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി അതിനകത്തോട്ട് പോയി കയറിയതാണ്. ബ്രാവോടെ POV ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ബ്രാവോടെ POV കിക്കിലാണോ ബ്രാവോ ഗെയിമിംഗ്? ബ്രാവോടെ POV എത്ര മണി? വൈറ്റിയിലാണോ യൂട്യൂബിലാണോ? ബ്രാവോ ഗെയിമിംഗ് ഇതാണ്. 70 കാർഡ് മതി. ഓപ്ഷൻ സ്റ്റാർട്ടായി. ഇതിനൊരു 34 സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. കമന്റ് നോക്കണ അതില്ലേന്നോ? ഐ ബിക്കം MRC ഫാൻ നൗ ബ്രോ. അഡ്മിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അപ്പാപ്പൻ സിറ്റിയിൽ കളിക്കുന്നു. പാവം കൊട്ടവാസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അപ്പാപ്പനെ എന്തോ ചെയ്തിട്ട് മാസ് എന്ന് വിചാരിക്കുന്നു. എന്തൊരു ഒമ്പിയ ഗ്യാങ് ആണ്. TV വ്യൂ ചാനൽ, മുറിബോഡ് ചാനൽ 2020 ജനന ഡേറ്റ് എന്ന് തോന്നുന്നു. അന്നത്തെ എടാ, ഞാൻ അറിയാതെ ക്ലോസ് ചെയ്തു പോയടാ. എൻ്റെ ഒരു വ്യൂവർ പോയടാ. അങ്ങനാണോ? അതെ അപ്പാ, തമാശക്ക് വിളിച്ച കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കല്ലേ. കറണ്ട് വരുമ്പോ പറയടാ. അങ്ങോട്ട് കുനിഞ്ഞിരിട്ടാ. ശരി. അല്ല, എന്ത് പറ്റി? ഹലോ, ചെറുതായിട്ടൊന്ന് തമാശ ട്രൈ ചെയ്ത്, പക്ഷെ ചീറ്റി പോയോ. അതെ അപ്പം മുമ്പിലാ. ഹലോ ഹലോ ഹലോ, ആ പറയൂ. ആരാ? ഞാൻ അപ്പാപ്പൻ. ആരാണ്? ഏതപ്പാപ്പൻ? ഇപ്പൊ ഞാൻ അപ്പാപ്പൻ. ഇതേതപ്പാപ്പൻ? ഞാൻ MRC അപ്പാപ്പൻ. നീ? ഞാൻ TVയിലപ്പാപ്പൻ. നീ ഏതാ? ഞാൻ MRC അപ്പാപ്പൻ. ഞാൻ TVയിലപ്പാപ്പനാടാ. ഞാൻ MRC അപ്പാപ്പൻ. നീ ഏതാ? എടാ, ഞാൻ TVയിലപ്പാപ്പനാടാ. ഇനി ഞാൻ എന്ത് വേണം? അതിന് ഞാനെന്താ വേണം? അല്ല, ബ്രാവോ ശരിക്കും അതൊരു തമാശയായിട്ട് സംസാരിച്ചാടാ. നിങ്ങക്ക് അത് കണ്ടറിയാം. ബ്രാവോ ട്രിഗർ ആയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കണേ? ഇങ്ങനെ ഏറ്റവും കൂടുതൽ ട്രിഗറായി ഞാനാ കണ്ടിട്ടുള്ളത്. ലോകത്താര് കണ്ടതിനേക്കാളും ഞാനാണ്. പുള്ളിയുടെ മുഖമൊക്കെ മാറി. നിങ്ങൾ കണ്ടു നോക്ക്. വിളിച്ചിട്ടല്ലേ പറഞ്ഞു ഞാൻ എന്ത് വേണം? അതെ, നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. ഓ, അങ്ങനാണോ? അതെ അപ്പാ, തമാശക്ക് വിളിച്ച കേട്ടോ, സീരിയസ് ആയിട്ട്. തമാശ പറയുന്നില്ലേ? കറണ്ട് വരുമ്പോ പറയടാ. അങ്ങോട്ട് കുനിഞ്ഞിരിട്ടാ. ശരി. അല്ല, എന്ത് പറ്റി? ഹലോ, അത് പറഞ്ഞത് മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ. വേണ്ട, അകത്ത് സിറ്റിക്കകത്തുള്ള കാര്യം സിറ്റിക്കകത്ത് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് വരുന്നില്ല.
ഓക്കെ, അപ്പോ ദാറ്റ്സ് ഇറ്റ്. അതാണ് സിറ്റുവേഷൻ. അതാണ് മനസ്സിലായോ? അതാണ് സിറ്റുവേഷൻ. അപ്പാപ്പാ ഹലോ, അപ്പാപ്പാ ഇവിടെ ഉണ്ടോ? ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. അപ്പാപ്പാ ഓക്കെ അല്ലേ? ഹലോ അപ്പൊ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഓൾ ഗുഡ്. ഓക്കെ അപ്പാപ്പാ. അതെ, ഒരു ചെറിയൊരു തിരുത്താനുണ്ട്. ചിലര് തെറ്റിദ്ധരിച്ചു ഞാനത് കേട്ടു എന്ന്. അവരെ ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് കമന്റ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കണ്ട POV ഞാൻ കണ്ടു. കുഴപ്പമില്ല. വാ 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 പാപ്പാ, നമുക്ക് കുറച്ചു നേരം കറങ്ങിട്ട് പോവാം. നമുക്കൊന്ന് ചില്ലായിട്ട് പോവാം. ഗൈസ് കുറച്ച് പേര് ബ്രാവോടെ POVയിലോട്ട് ചെല്ലോ ഗൈസ്. കിക്കിലില്ലേ? ഞാൻ എന്ത് ചെയ്തു? എന്ത് ഇതിനാ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും സാരമില്ല. സത്യം പറഞ്ഞ അതിനെക്കാട്ടിലൊക്കെ വലിയൊരു ഗിഫ്റ്റ് ഇരിക്കുന്ന വസ്മൻ തന്നത്. പിന്നല്ല പാപ്പ, അത്രേ ഉള്ളു. ഇവിടെ വേറെ ആരോ അല്ലേ മേലോട്ട് ഓടിപ്പോയ ആരാടാ? വേണം കേട്ടോ, വെളിയിറങ്ങിയാ തൂക്കിക്കൊണ്ട് പോവേ. വെളിയിലിറങ്ങിയാലോ അപ്പാപ്പാ? എന്റെ മുന്നേ അതിനും ഞാനൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ മനസ്സിലായില്ല? ലീഡറിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏതാ അവന്മാർക്ക് നടന്നു കൊണ്ടുപോകാനുള്ള നട്ടലൊന്നും ഇല്ല ബ്രാവോ. ഇനി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും. അപ്പൊ സത്യം പറഞ്ഞോണ്ടല്ലോ, അപ്പാപ്പൻ ഇപ്പൊ ഞങ്ങളെക്കാളും ഭയങ്കര ലക്കിയാ. എന്താ പറയട്ടെ, ഇപ്പൊ അപ്പാപ്പന് വേണ്ടി ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ 35 ഒരു 70 പേരുണ്ട്. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഒരു 40 80 പേരുണ്ടാവും. എന്നുവെച്ചാ കാർലോ, ഞാൻ വിചാരിച്ചു കാർലോ എന്നെ വിളിച്ചത് ഞാൻ ഓർത്ത്, ഞാൻ കാർലോ അടുത്ത് പോയി പറഞ്ഞായിരുന്നു MRCയെ കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയണേന്ന് കേട്ടാ, നമ്മുടെ അടുത്ത് കാണണേ. അപ്പൊ കാർലോടെ കോള് വന്നപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ എവിടെ കണ്ടിട്ട് നമ്മൾ ഇനിഷ്യൽ അടിക്കാൻ പോകുന്ന സമയത്തായിരുന്നു. ബ്രോ താങ്ക് യു സോ മച്ച് 1 സബ്സ്ക്രിപ്ഷൻ. അപ്പൊ കാസ്ട്രോ കാർലോ എന്നെ വിളിച്ചിട്ട് പറയുക, ഈ പറയണതുപോലെ എന്താ ഞങ്ങളുടെ അപ്പാപ്പനെയും കൂടെ അല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് അത് ചോദിക്കണം, നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോ പറയാം. അപ്പൊ ഇത് നാളെ കേൾക്കണമൊക്കെയായിരിക്കുമല്ലേ? സത്യം പറയാൻ വാസവൻ പറഞ്ഞ സത്യവാസമല്ലേ, ഞാൻ ഇപ്പൊ സത്യം പറയാൻ ഭയങ്കര ലക്കിയാണ്. നിങ്ങളുടെ സ്നേഹം, അവരുടെ സ്നേഹം പെട്ടെന്ന് എന്നെ കുയിലോട്ട് എടുക്കാനാ മതി. രണ്ടുപേരും കൂടെ സ്റ്റേജ് പിന്നെ ഇതിനിടയ്ക്കൂടെ വരുന്ന തള്ളക്കളിയൊക്കെ മറന്നേക്കണം പാപ്പാ. അത് പിന്നെ മറന്നില്ലേ? അതൊക്കെ എപ്പോഴേ അപ്പൊ എനിക്ക് ഒരുപാട് എനിക്ക് തള്ളക്കളി കേട്ട് ശീലം തോന്നുന്നുണ്ടോ? അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഇത് കളിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഹീറ്റും ആ ഒരു സാധനം മനസ്സിലാവത്തുള്ളൂ. ഇവരൊക്കെ നേരെ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ പോകുന്ന എപ്പോഴാന്ന് വെച്ചാ, ഇവരൊരു ഗ്യാങ് ആയിട്ടൊക്കെ ഇങ്ങനെ വരുമല്ലോ. എന്നുവെച്ചാ ഞാൻ അല്ലാതെ അപ്പാപ്പൻ്റെ അടുത്തൊരു ഇത് പറയാം. ഇപ്പൊ എക്സാമ്പിൾ അപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഡെയിലി ഒരേ കൂട്ടം ഓഫ് ആൾക്കാരുടെ കൂടെ ഡിസ്കോഡിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഡെയിലി സംസാരിക്കുന്നു, ഡെയിലി ഇതാക്കുന്നു. മീൻസ് അങ്ങനെ ആക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക നോക്ക്, നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് എന്തോരം കൂടുവന്ന്. അപ്പൊ ഈവൻ ദോ അതൊരു ഗെയിമിനകത്താണെങ്കിൽ പോലും നമുക്ക് ഈ പറയണത് പോലെ പെട്ടെന്ന് നമുക്കറിയാവുന്ന ഒരാള് ഇങ്ങനെ ഹേർട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ എക്സ്ട്രീം ട്രിഗർ ആവും. ഇത് ഇവർക്കൊക്കെ റിലേറ്റ് ആവണമെങ്കിൽ ഇവരിതിലേക്ക് വരണം. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വെറും ഒരു ഗെയിം മാത്രമാണ്. മനസ്സിലായോ? അത് വളരെ സത്യമായൊരു കാര്യമാണ്. കാരണം പണ്ട് ഞാൻ KVL ഉണ്ടായിരുന്ന സമയത്ത് വാസുമോനായാലും ശരി, ഇപ്പൊ ഞാനായാലും ശരി, നമ്മുടെ കൂടെ നിൽക്കുന്നവർ സങ്കടപ്പെടുന്ന കാണുമ്പോഴാണ് നമ്മളെല്ലാരും അത്രയൊക്കെ മറന്ന് അത്രയും ഒരു ലെവൽ എക്സ്ട്രീമിലോട്ട് പോയത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അത് മാത്രമല്ല, ആ ഒരു സമയത്ത്
കണ്ട് ഇഷ്ടപ്പെട്ടത് KVനെ ഇഷ്ടപ്പെട്ടവർക്കായാലും അല്ലെങ്കിൽ TVനെ ഇഷ്ടപ്പെട്ടവർക്കായാലും നിങ്ങൾക്ക് അറിയാത്തോണ്ടാട്ടാ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളൊരു സത്യം തുറന്നു പറയാൻ റെഡിയാണ്. ഞങ്ങൾ രണ്ടുപേരും. എടാ 8202 കടൽ തീരത്ത്. അശ്വിൻ ചേട്ടാ താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ്. ഞാനത് പറഞ്ഞോണ്ട് തന്നു. ഒരു സത്യം എനിക്ക് പ്രാവയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ MRC vs TVS സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച്, അതായത് സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് നാളായില്ലേ ബ്രാവോ ഒരുമിച്ച് ഒരു RP ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ വെളിയിൽ ഫോണൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ട്രിപ്പൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കേട്ടാ. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാ. അത് പറയാതിരിക്കാൻ വയ്യ. അത് സത്യം. കാരണം ഞാൻ ആദ്യമേ ആ ഒരു സിറ്റുവേഷൻ തുടക്കത്തിൽ ഞാൻ മൊത്തത്തിൽ മാറിയേ നിൽക്കുമായിരുന്നു. സത്യം. ബ്രാവോ ഇടപെടുന്നില്ലായിരുന്നു. ഞാനും അന്ന് വൈകുന്നേരം ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും വൈകുന്നേരം വിളിച്ച് സംസാരിച്ചതാ. പഴയ കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഓർത്ത് ചിരിക്കാൻ പറ്റിയ ചെറിയ കാര്യങ്ങൾ. MRC അല്ല TVS. സോറി MRC MRC അല്ല KVA vs TV. എന്താ സ്നേഹിത പരിപാടി? ഗേൾഫ്രണ്ടിനെ കൊണ്ടുവന്നില്ലേ? ഗേൾഫ്രണ്ട് ആണ്, ഗേൾഫ്രണ്ട് ഇല്ലല്ലോ. മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി. ഓരോ പെണ്ണല്ലറാ ആരീ പറയണേ. അല്ല വാസുവിന്, നമ്മള് ഈ പ്രീവാറും ഇനിഷ്യലും വാറും കളിക്കുന്ന സമയത്ത് ഈ മുച്ചറയുടെ ഒരു ശബ്ദമെങ്കിലും നമ്മൾ റേഡിയോയിൽ കേൾക്കാറുണ്ടോ? ഇല്ല, ഇവൻ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻ ആരാണ്ടെ കൊണ്ട് കളിപ്പിക്കണം. ഇവൻ എടാ നിനക്ക് അനിയനോ ചേട്ടനോ ഇല്ലേ? റിവീൽ ചെയ്ത നീ അത് ഇല്ല അവന് പാട്ട് കേട്ട് കളിക്കണില്ല, അവന് കൈ ഇല്ല ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ ഒന്നും മുണ്ടൂല. അടി മാത്രമേ ഉള്ളൂ, കൊണയില്ലല്ലേ? സംശയമുണ്ട് വാസുവിനെ എനിക്ക്. എടാ അല്ല നിനക്ക് ഇന്നലത്തെ സിറ്റുവേഷനിലെ MRCയിലെ 3 പേര് അടിച്ചിട്ടാ നീയല്ലേ? സൂപ്പർടാ, വെൽ ഡൺ. 2 മിനിറ്റ് ആയല്ലോ സേഫ് സോൺ അവൻ, അതിനോണ്ട് അടിച്ചേ. ഗ്രേറ്റ് ജോബ്. താങ്ക് യു. ഗ്രേറ്റ് ജോബ് ഡ്രാഗൺ. താങ്ക് യു അണ്ണ, താങ്ക് യു. അപ്പൊ നാളെ മാറുണ്ടോണ്ണേ? ഇല്ലടാ സാർ, അവർക്ക് കളിക്കാൻ താല്പര്യമില്ലെന്ന്. അപ്പൊ നാളെ അടിയുള്ളൂ അവന്മാര് കൂടുതൽ ആരും വിളിക്കുന്നു. ഇതാരാ എന്നെ ഈ നമ്പർ അറിയില്ല ഉള്ളേ? ഹലോ MRC ധർമ്മത്തെയാണ് MRCയുടെ ഇപ്പൊ കയ്യില് ഓണർഷിപ്പ് ഉള്ളത്. ഗോകുനും കൂതിയിലടിച്ചത് മോശമാണ്. തിരക്കാപ്പത്. ഓ ഈ മൊത്തത്തിൽ തിരക്കാ ചിടാപ്പാ. നമ്മളെ ഡെയിലി അടിയും വഴക്കും തൊല്ലെല്ലാമാണ്. ഞാൻ കുറച്ച് ദിവസം അടിയും വഴക്കിന്നൊക്കെ ഒന്ന് മാറണം. ഇന്ന് മാറാന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നലെ രാത്രിയിലായത്. മൊത്തം വഴക്കും അടിയും പ്രശ്നങ്ങളും തൊള്ളക്കി വിളിയും തന്തക്കി വിളിയൊക്കെയാ. അതിനപ്പ അങ്ങനെയൊക്കെ വിളിച്ചേ അടി വിടേണ്ടവർക്ക് അടി പിടിയാ പോരെ. ചിടാപ്പാ ഇതേ പിള്ളേരെ ഉണ്ടാക്കിയിട്ട് DNA സർട്ടിഫിക്കറ്റിന്റെ പോലത്തെ പരിപാടി അല്ല ഇത്. നിങ്ങക്ക് വാപ്പാടെ പ്രായമുള്ളതാണ് ആരും ഒന്നും പറയാത്ത. എന്റെ അങ്ങനെയാണോ? എന്റെ വഴിയെ പോണെ എല്ലാവരും വിളിക്കണില്ലേ? ആരാ പോയി അങ്ങനെയൊക്കെ അത്രമാത്രം മാറ്റാ ഈ അതപ്പച്ചു പോയവര്. പക്ഷെ എന്റെ ഗുണം അത്രയ്ക്ക് നല്ലതല്ലല്ലോ. ഞാനും വിളിക്കൂലേ നല്ലത്. ഇങ്ങോട്ട് വിളിച്ചുമ്പോഴല്ലേ അങ്ങോട്ട് വിളിച്ചോളൂ. ഇല്ലേ, ചില സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കും. അതെ, അത് വേറെ പ്രശ്നമാണ്. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ പറയുമ്പോ നമ്മള് പിന്നെ ദേഷ്യം വരൂലേ നമുക്ക്? അതാ പറഞ്ഞത്, ഇങ്ങോട്ട് വിളിച്ചുമ്പോഴല്ലേ അങ്ങോട്ട് വിളിച്ചോളൂ. അതത്രേ ഉള്ളു. എന്നിട്ട് ഓടിയല്ലേ? ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് ഉച്ചരടാപ്പാ. എന്റെ മകന്റെ അവിടെ അല്ലാ അടച്ച റബ്ബേ. ഇവിടെ ഉണ്ട് ഉച്ചരി ഇവിടെ ഉണ്ട്. ഓന്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തിരിക്കാന് പുണ്ണാക്കാങ്ങാനേ. പുണ്ണാക്ക് വാങ്ങാനാ? കൊണ്ട് തന്നില്ല. ആടിന് പുണ്ണാക്കാങ്ങാൻ പൈസ കൊടുത്തിരിക്കാ അമ്മന്റെ അടുത്ത്. ആടുകള് പട്ടിണി എപ്പോഴും വാങ്ങിച്ചോണ്ട് തന്നില്ല. ഇവിടെ കൊണ്ടുവരുന്നേ. എടാ മുച്ചറി, നിന്റെ വാപ്പ വിളിക്കുന്നതാ. ഹലോ, എന്റെ വാപ്പ വിളിക്കുന്നു. ആടിന് പുണ്ണാക്കാങ്ങാൻ പറഞ്ഞില്ലേ?
അത് സോറി, അത് ഞാൻ വിചാരിച്ചു തിന്നാൻ പൈസ എന്നാ വിചാരിച്ചു. അനക്ക് ഞാനല്ല, ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനാ പറഞ്ഞത്. പുണ്ണാക്ക് അനക്ക് ഞാനല്ല. ഞാൻ തരാം പൈസ. നാളെ മര്യാദക്ക് മായിക്കൊണ്ടിരുന്ന കാടുകളത്തെ കലക്കി കൊടുക്കണം പോയി. ആ ഓക്കെ 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 വെച്ചിട്ടാ വാ. ആയിക്കോട്ടെ. ഓക്കെ വാപ്പ ഒരു കാര്യം പറഞ്ഞു, അതങ്ങ് വാങ്ങി കൊടുത്തുവിടാ നിനക്ക്. അതന്നെ കൊടുക്കണമെന്നുണ്ടായി, പിന്നെ പൈസ ആവശ്യം വന്ന്. പക്ഷെ എന്റെ ഉപ്പല്ല, അത് DNA ടെസ്റ്റ് പാസ്സായിട്ടില്ല. എടാ എന്തായാലും ഒരാൾ വയസ്സായൊരു മനുഷ്യല്ലടാ, അധികം വിഷമിപ്പിക്കാതെ. അതെന്താ വിഷമിപ്പിക്കാത്തെ? അത് ഇതാ വിഷമിപ്പിക്കാതെ അതൊക്കെ വാങ്ങിച്ചു കൊടു. പുള്ളിയൊക്കെ ഇനി എത്ര നാളെന്ന് പറഞ്ഞിട്ടാ? ആ ഗെയിം ഫണ്ടിന്റെ പൈസയേ ഉള്ളൂ അക്കൗണ്ടില്. ഗ്യാങ് ഫണ്ട് നീ അത് കുറച്ച് തന്നാ മതി. മതി. എത്ര പിണ്ണാക്കിന് എത്ര? 2 CR 2 CR പിണ്ണാക്ക് എന്തായാലും വേണ്ട, ആട് തത്തോട്ടെ. കടവ് കേക്കണം. പോയി റെസ്റ്റ് എടുക്ക. ഓ ഞാൻ 5 മണിക്കൂർ 5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കും. 5 മണിക്കൂറല്ല, ഉച്ചക്ക് ഗോകുവിന്റെ കൂടെ കേറിയതാ പുല്ല്. അയ്യോ പബ്ജി ഓട്ടല്ലേ. ഞാൻ ഒരു 10-12 മണിക്കൂറായിട്ട് ഈ സ്ക്രീന് നോക്കിയിരിക്കുക. ഇതായിട്ടോ? ഓ ഉച്ചക്കല്ലേ? ഉച്ചക്ക് തുടങ്ങിയതാ പബ്ജി. അത് കഴിഞ്ഞ് പിന്നെ സിറ്റുവേഷൻ, പിന്നെ ഇത്. അയ്യോ 10 മണിക്കൂർ എന്തായി പോയി. വല്ല കഴിക്കുവാ? വല്ല കഴിച്ചായിരുന്നാ? ഇല്ല, എന്തായാലും ഓർഡർ ചെയ്ത് കഴിക്കണം. ഇനിയാ? വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ 1 മണിക്കൂർ എടുക്കത്തില്ലേ? അപ്പൊ എന്റെ FPS നോക്ക്. അപ്പൊ ഇവിടൊക്കെ 477. വാസവനെ ആൾക്കാർ കണ്ണു വെക്കും. അവസാനം പീസിന്റെ PSU പോയിട്ട് മദർ ബോർഡ് ഉൾപ്പെടെ കത്തിപ്പോകും കേട്ടോ. ഞാൻ ഉൾപ്പെടെ കണ്ണു വെക്കും. ദൈവമേ, നല്ല FPS. ഓക്കെ, അപ്പൊ ഞാൻ സ്നൈപ്പിൽ പോയിട്ട് വരടാ. ഇച്ചിരി പോയിട്ട് വരാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം വണ്ടി, അല്ലെങ്കിൽ പിന്നെ നാളെ ഇവിടെ വരും. അത് ശരിയാ, എവിടെ ഇറങ്ങിയാലും നമുക്ക് വണ്ടി ഇല്ലായിരിക്കൂല. അത് സത്യമാണ്. പക്ഷേ ഈ പറയാതെ നീലനുണ്ടല്ലേ ഇന്ന്? ആ ഓക്കെ, നീലന് നമുക്ക് നീലന്റെ ഫസ്റ്റ് സ്ട്രീമാന്ന് തോന്നുന്നു കിക്കില്. എന്തൊരു പരിപാടി? ഹലോ, നീലന്റെ ഫസ്റ്റ് ലൈവ് ആണ് ഇന്നത്തെ. നമുക്കപ്പൊ നീലന് കൊടുക്കാം. ഇന്ന് നീലന് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. സാഗറിനൊക്കെ കൊടുക്കാം. സാഗരൻ 24 hours ലൈവാ. പറ്റുന്നവരൊക്കെ അവനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഹോസ്റ്റ് എന്തായാലും നീലിന് ഇന്ന് ചെയ്യണം. സാഗറിനെ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സാഗറിന്റെ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞു വിടറാ. കാരണം നീലന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു ഇന്നലെ. അപ്പൊ അവനൊരു ബർത്ത്ഡേ ഒരു ഇതായിട്ട് നമുക്ക് ഇന്നത്തെ ഹോസ്റ്റ് കൊടുക്കാം. ആൾട്ടൺ FTW ഗൈസ്, ആൾട്ടൺ FTW അവനെയും കൂടെ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഹോസ്റ്റ് ഇന്ന് നീലിന് കൊടുക്കാം. അവനെ നമുക്ക് വേറെ അവൻ യൂട്യൂബിലാണോ കിക്കിലാണോ? ഹാൽട്ടൺ സാഗർ യൂട്യൂബിലാണ് ഗൈസ്. അപ്പൊ ഹോസ്റ്റ് എവിടെ? സോ ഗൈസ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പം നാളെ ചിലപ്പോഴേ ഞാൻ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ മാക്സിമം നോക്കാം നാളെ വരാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം. നാളെ എനിക്കൊരു ചെറിയ പണി ഉണ്ടായിരുന്നു ഗൈസ്. എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ഞങ്ങളുടെ മറ്റേ ടീമിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ആ ഒരു സാധനത്തിന് പുറത്ത് ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ നാളെ ചിലപ്പോഴേ ഞാൻ ഉണ്ടാകത്തുള്ളൂ. നാളെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. അപ്പോൾ ബബായ്. നാളെ ചിലപ്പോൾ ഞാൻ വീട്ടിലോട്ടും പോകും. അവിടെ കാരണം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് സിമുലേറ്റർ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യും നാളെ തൊട്ട്. അപ്പോൾ ബബായ്. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. സീ യു ടുമോറോ ഗൈസ്. ബബായ്, ടാറ്റ.